ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങളിൽ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. വചനം പറയുകയാണ്, നീതികേട് കണ്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്, നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു. ദൂതനെ ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൂതന് സകലവിധ കാര്യാദികളും ദൈവം കൊടുത്തു. അവിടെ പറയുന്നുണ്ട്, നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, വ്യാപാരം, അതായത് ദൂതൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് ദൂതന്റെ ഹൃദയത്തിനകത്ത് തന്നെ സാഹസം കൊണ്ട് നിറഞ്ഞു. വചനം പറയുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിയിട്ട് കളഞ്ഞു. അപ്പോൾ നീതികേട് കണ്ടതുവരെ എന്നാണ് ആ വചനം പറഞ്ഞത്. നീതികേട് കണ്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. അപ്പൊ എന്തുവാണ് നീതികേട്? തൻ്റെ ഹൃദയത്തിനകത്ത് തന്നെ ഞാൻ എന്നൊരു ഗർവം, ഒരു ഭാവം കയറി. തൻ്റെ സൗന്ദര്യം, തൻ്റെ പ്രവൃത്തി, ഇതൊക്കെ ദൈവത്തെക്കാൾ മുകളിലോട്ട് കയറാൻ തൻ്റെ ഹൃദയത്തിനകത്തൊരു താല്പര്യമുണ്ടായി. വചനം പറയുന്നു, വെട്ടി താഴെയിട്ടു. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മളൊക്കെ കാണുന്നുണ്ട്, ആരാധിച്ച് ഹൃദയത്തിനകത്ത് ഗർവവും അഹങ്കാരവും ഒക്കെ കയറി നീതികേടിലൂടെ സഞ്ചരിക്കുന്നവരെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും. വചനം പറയുന്നു, നീ നിഷ്കളങ്കനല്ല. ഇപ്പോൾ നീതികേട് നിന്നിൽ വന്ന സമയം മുതൽ ഞാൻ എന്നൊരു ഭാവം ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ അറിയുന്നുണ്ട്, യേശു തന്നെ ദൈവമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആരാധിച്ച് ഒരു നെഗളം അത് കയറിയിട്ട് വീണ്ടും ഞാൻ നീതിമാനെന്ന് അവകാശപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പ്രിയരെ, മറക്കരുത്, ദൂതനെ വെട്ടി താഴെയിട്ട ദൈവത്തിന് നമ്മയും വെട്ടി താഴെയിടാൻ ഒരു പ്രയാസവും ഇല്ല. കർത്താവിൻ്റെ മനസ്സലിവ് വീണ്ടും നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കാണാതെ ആ മനസ്സലിവിനകത്ത്, ആ കരുണയ്ക്കകത്ത് ഒന്ന് കയറി പിടിച്ച് ആ ഗർവവും നെകളവും ഒക്കെ ഒന്ന് വിട്ടുകളഞ്ഞ് താഴ്മയോടെ, ആ നിഷ്കളങ്കതയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.